സൗദി തൊഴിൽ മന്ത്രാലയം നടപ്പാക്കി വരുന്ന വേതന സുരക്ഷാ നിയമത്തിന്റെ 11ാം ഘട്ടം ആഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. 60 മുതൽ 79 വരെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ ഘട്ടത്തിൽ നിയമം ബാധകമാവുക. 7021 സ്ഥാപനങ്ങളിലേക്കുള്ള 4,81,097 തൊഴിലാളികൾക്ക് പുതിയ ഘട്ടത്തിൽ വേതന സുരക്ഷാ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കും. ചെറുകിട സ്ഥാപനങ്ങളിലും അടുത്ത ഘട്ടത്തിൽ നിയമം നടപ്പാക്കുമെന്ന് മന്ത്രാലയ വക്താവ് ഖാലിദ് അബൽഗൈൽ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ഘട്ടങ്ങളിലായി നടപ്പാക്കിയ നിയമത്തിലൂടെ 80-ന് മുകളിൽ ജോലിക്കാരുള്ള സ്ഥാപനങ്ങൾ നിയമപരിധിയിൽ വന്നിരുന്നു. തൊഴിലാളികളുടെ വേതന സേവന വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സംവിധാനത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് നിയമത്തിലെ ഏറ്റവും സുപ്രധാന വശം. തൊഴിലാളികളുടെ വേതനം താമസം കൂടാതെ നൽകുന്നു എന്നത് ഇതിലൂടെ മന്ത്രാലയത്തിന് ഉറപ്പുവരുത്താനാകും. തൊഴിൽ പ്രശ്നങ്ങൾ കുറയ്ക്കാനും പരാതികൾ ഇല്ലാതാക്കാനും ഒരു പരിധിവരെ നിയമം സഹായിക്കുമെന്ന് മന്ത്രാലയത്തിലെ ഔദ്യോഗിക വക്താവ് പ്രത്യാശ പ്രകടിപ്പിച്ചു. തൊഴിലാളികളുടെ പ്രൊഫഷണൽ വിവരങ്ങൾക്ക് പുറമെ സേവന വേതന വിവരങ്ങളും മന്ത്രാലയം ആവശ്യപ്പെടുന്ന ഡാറ്റാബേസിൽ നൽകുകയാണ് സ്ഥാപന അധികൃതർ ചെയ്യേണ്ടത്. ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ താമസം കൂടാതെ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യുക, ഓരോ ജോലിക്കുമുള്ള ശമ്പളം നിശ്ചയിക്കുക, സേവന വേതന വിവരങ്ങൾ തൊഴിൽ മന്ത്രാലയത്തിന് നൽകുക തുടങ്ങിയ നടപടികളാണ് വേതന സുരക്ഷാ നിയമത്തിന്റെ ഭാഗമായി മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1 റിയാദ്.